2020 ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരിക്കൽ പോലും മലയാളി താരം സഞ്ജു സാംസണിന് അവസരം ലഭിച്ചിരുന്നില്ല. ടൂർണമെന്റിന് മുൻപുള്ള സന്നാഹ മത്സരത്തിൽ കളിച്ചിരുന്നുവെങ്കിലും നിരാശപ്പെടുത്തിയതോടെ കാര്യങ്ങൾ ഋഷഭ് പന്തിന് അനുകൂലമായി. ഋഷഭ് പന്താവട്ടെ ലഭിച്ച അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസരം നൽകണമെന്ന് ആരാധകർ അടക്കം വാദിച്ചെങ്കിലും സഞ്ജു പുറത്തു തന്നെയായിരുന്നു. ഇതിനിടെ സൂര്യകുമാർ യാദവ്, ശിവം ദുബെ, രവീന്ദ്ര ജഡേജ എന്നിവർക്ക് വീണ്ടും അവസരം ലഭിച്ചിരുന്നു. അവസാന മത്സരത്തിൽ സൂര്യയും ദുബെയും ഫോമിലേക്ക് ഉയരുകയും ചെയ്തു. ഇപ്പോൾ ലോകകപ്പിൽ സഞ്ജുവിന് ഇടം ലഭിക്കുന്നില്ലെന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുകയാണ് മുൻ താരം ഹർഭജൻ സിംഗ്. ഹർഭജൻ സിംഗിന്റെ വാക്കുകൾ ഇങ്ങനെ: ലോകകപ്പിന് മുൻപ് ഞാൻ പറഞ്ഞിരുന്നത് സഞ്ജു വിക്കറ്റ് കീപ്പർ ആവണമെന്നാണ്. കാരണം IPL-ൽ അദ്ദേഹം ഒരുപാട് റൺസ് നേടിയിരുന്നു. എന്നാൽ മൂന്നാമനായി കളിച്ച ഋഷഭ് പന്ത് നന്നായി ബാറ്റ് ചെയ്തു. ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിലും അദ്ദേഹത്തിന് 124.67 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാനായി. ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് പോസിറ്റീവായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിന് ടീമിൽ ഇടം ലഭിക്കാത്തത് എന്നും ഹർഭജൻ പറഞ്ഞു. നേരത്തെ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് മുൻ താരവും മലയാളിയുമായ S ശ്രീശാന്ത് വ്യക്തമാക്കിയിരുന്നു. മധ്യനിരയിൽ ശിവം ദുബെയെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി കളിപ്പിക്കുകയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് മലയാളി താരം സഞ്ജുവിനെ കളിപ്പിക്കുന്നതാണെന്നും ശ്രീശാന്ത് പറഞ്ഞിരുന്നു. മറ്റൊന്ന്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിച്ചത് ഒരേ ഒരാളെന്ന് സൂചന. മുൻ ഇന്ത്യൻ ഓപ്പണറും IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മെൻഡറുമായ ഗൗതം ഗംഭീർ മാത്രമാണ് ഇന്ത്യൻ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിച്ചതെന്നും ഗംഭീറും BCCIയുടെ ക്രിക്കറ്റ് ഉപദേശക സമിതിയുമായുള്ള കൂടിക്കാഴ്ച ഇന്നുണ്ടാകുമെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെയ് 27 ആയിരുന്നു പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായി BCCI തീരുമാനിച്ചിരുന്നത്. നൂറുകണക്കിന് വ്യാജ അപേക്ഷകൾ വന്നുവെങ്കിലും യോഗ്യതയുള്ളവർ ആരുമില്ലായിരുന്നു. റിക്കി പോണ്ടിംഗ്, സ്റ്റീഫൻ ഫ്ലെമിംഗ്, ജസ്റ്റിൻ ലാംഗർ തുടങ്ങിയ വിദേശ പരിശീലകരെ തുടക്കത്തിൽ പരിഗണിച്ചിരുന്നെങ്കിലും വർഷത്തിൽ 10 മാസത്തോളം ഇന്ത്യൻ ടീമിനൊപ്പം തുടരേണ്ടതിനാൽ ഇവരാരും താൽപ്പര്യം പ്രകടിപ്പിച്ചില്ല. ഇതിനെ തുടർന്ന് ഇന്ത്യൻ പരിശീലകനെയാണ് പരിഗണിക്കുന്നതെന്ന് BCCI നിലപാട് മാറ്റുകയായിരുന്നു.